സ്തോത്രം സ്തോത്രം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്ന ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്തിനുള്ള സഹായത്തിനുമായി ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവീനെന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൻ പ്രകാരം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് ഞങ്ങൾ അടുത്തു വരുന്നു. പിതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. 2-3 പേരുടെ നാമത്തിൽ എവിടെ ഒരു മനസ്സുള്ളവരായി കൂടി വരുമോ ഇവരുടെ മധ്യേ ഞാനുണ്ട് അരുളി ചെയ്ത് ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. പരിശുദ്ധനായി ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അടുത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം എന്നുള്ള വചനത്തിൻ പ്രകാരം കർത്താവിൻ്റെ പാദപീഠമായിരിക്കുന്ന ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്ന ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കരുതേ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മഹാകരുണയുള്ള നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തിയുള്ള ദൈവം കൃപ നൽകിയിരിക്കുകയാൽ സ്തോത്രം. കർത്താവെ, ഈ ആലയത്തിനകത്ത് ദൈവ തേജസ്സിന്റെ ശക്തി പകർന്ന് കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് ആത്മാവിൽ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാവിലെ നടക്കുന്ന ഈ വിശുദ്ധാരാധന എല്ലാവർക്കും അനുഗ്രഹമായി തീർക്കുമടങ്ങണമേ. അടുത്തും അകലെയുമായിരുന്ന് കർത്താവെ ആരാധനയിൽ പങ്കുചേരുന്ന സകലവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമടങ്ങണമേ. വിടുതലുകൾ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ തിരുനാമ മഹത്വത്തിനായി ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ കൂടെ ഇരിക്കണമേ. പാടുവാൻ കൃപ നൽകണം, പ്രാർത്ഥിപ്പാൻ കൃപ നൽകണം. ദൈവമേ, സ്തോത്രം. അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ തരയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും സ്തോത്രം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. പ്രൈസ് ഹല്ലേലൂയ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധന്യമായി സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാല സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായി താഴ്ത്തി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ ആരാധനയ്ക്കായി ദൈവസ്ഥലത്തിലായിരിക്കുന്ന, പ്രത്യേകിച്ച് ആലയത്തിനകത്തും പുറത്തുമായി വിവിധ ദേശങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും
കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധന്യമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ എന്നുള്ള ആ പഴയ ഗാനം നാം ആത്മനിറവിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാനായി ഈ പകൽക്കാലം ആമേൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും ആത്മാർത്ഥമായി പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മെ ധന്യമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തന്നാത്മാക്കൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞ് നിന്നെ തേടി വന്ന ഇടയ സുരലോക സുഖം വെടിഞ്ഞ് നിന്നെ തേടി വന്ന ഇടയ തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തന്നാത്മാക്കൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താഴ്ത്തി വലഞ്ഞു തെല്ലും ആശയില്ലാതലഞ്ഞു. പാപരോഗത്താഴ്ത്തി വലഞ്ഞു തെല്ലും ആശയില്ലാതലഞ്ഞു. പരം കേടുമ്പോൾ തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പരം തീരുമേ നീ അതിൽ നിന്റെ വ്യാധിയെല്ലാം എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തന്നാത്മാക്കൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്ത് സൂക്ഷിച്ചൊരുക്കാതല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നോ. നിന്നെ കാത്ത് സൂക്ഷിച്ചൊരുക്കാതല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തന്നാത്മാക്കൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനാന്തരംഗമേ നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു
പ്രത്യാശ വർദ്ധിപ്പിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയം. പ്രത്യാശ വർദ്ധിപ്പിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ താഴ്ന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. ഏനാന്തരംഗാമി അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗാമി അനുദിനവും നന്ദിയോ പാടിപ്പുകഴ്ത്താം. പല ശോധന വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുന്നു. ഓ പല ശോധന വരുമ്പോൾ യേശുവേ നിന്നെ കാത്ത് സൂക്ഷിച്ചൊരു കാതലല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്ത് സൂക്ഷിച്ചൊരു കാതലല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കണി പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയും പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആമേൻ. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ അതിശയമേ. എന്നുള്ളവേ സ്തുതിക്കണി പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏനാന്തരംഗമേ അനുദിനവും നന്ദിയോ പാടിപ്പുകഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലവിധത്തിലെ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ വരാം. എന്നാൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു കർത്താവ്, നമ്മുടെ വേദനകൾ നീക്കുന്നൊരു യേശു, നമ്മെ കരം പിടിച്ച് നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് എത്ര തന്നെ സ്തോത്രം പറഞ്ഞാലും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ എന്ന ഗാനം പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കരങ്ങളെ അടിച്ച് നാം ഏത് സ്ഥലത്തായിരുന്നാലും എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ കരങ്ങളെ അടിച്ച് പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നുമേ നമ്മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ആമേനെ. ഇന്നലെയും ഇന്നുമേ നമ്മാറായേശുവേ നാം പാടി പുകഴ്ത്താം.
ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര ജമാലയും കൊടിയതായി വരും നേരത്ത്. ഘോര ഭയങ്കര കാറ്റുമാലയും കൊടിയതായി വരും നേരത്ത്. കാക്കും കാര്യങ്ങളാൽ ചേർത്തുമാർ വളർച്ച സ്നേഹം നിത്യം പാടുന്ന ആമേൻ. കാക്കും കാര്യങ്ങളാൽ ചേർത്തുമാർ വളർച്ച സ്നേഹം നിത്യം പാടുന്ന ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഏറ്റം അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാൽ. ഏറ്റം അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാൽ. താഴ്ത്തി എന്നെ തൻകാരത്ത് ജീവപ്പാതയെന്ന് ഓടുന്ന ആമേൻ. തൻകാരത്തിൽ വെച്ചു ജീവപ്പാതയെന്ന് ഓടുന്ന ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. ഓ യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷിയം എന്നുരച്ച കൽപ്പനയതാൽ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവേ എന്നുരച്ച കൽപ്പനയതാൽ. ദേഹം ദേഹിയെല്ലാമോ വേല ചെയ്യുന്ന ആമേൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്ന് പ്രിയനായി വേല ചെയ്യുന്ന ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമശോധനയിലും താഴ്വീണ് പോകാതെ. യോർദാൻ സമമായ ശോധനയിലും താഴ്വീണ് പോകാതെ. ആർപ്പിൻ ജയത്തോനെയോ കാത്തുപാലിക്കുന്ന സ്നേഹമാച്ചേരും ആമേൻ. ഹല്ലേലൂയ. സ്നേഹമാച്ചേരും ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. ആമേൻ. യേശു എന്ന നാമാമേൻ എന്നാത്മാവിൻ ഗീതാമേൻ. എൻ പ്രിയ യേശുവേ ഞാനും. ഹല്ലേലൂയ. എൻ പ്രിയ യേശുവേ ഞാനെന്നോ പുകഴ്ത്തിടുമേ. അമ്മ കുഞ്ഞിനെ മറന്നാലും
ഞാൻ മറക്കായുന്ന വാർത്തയാണ്. പെറ്റ അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായുന്ന വാർത്തയാണ്. എന്നെ തൽക്കാല് വെച്ചു ജീവപ്പ എന്ന് പറഞ്ഞ ആമേൻ താഴ്ത്തി യേശുവേ എന്ന് പറഞ്ഞ ആമേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ ഓ ആത്മാവിൻ ഗീതാമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ആമേശു എന്ന നാമേ ആമേൻ ഗീതാമേ. ഓ യേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നോ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നോ വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമാണ് ശോധനയിലും താണുവീണ് പോകാതെ. യോർദാൻ സമമായ ശോധനയിലും താണുവീണ് പോകാതെ. ആർക്കും ജയത്തോണിയോ കാത്തുപാലിക്കുന്ന സ്നേഹമച്ചരും ആമേൻ. ഓ ജീസസ് ഹല്ലേലൂയ. ആമേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ ഓ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ആമേശു എന്ന നാമേ ഹല്ലേലൂയ. നാമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഹല്ലേലൂയ. ഓ യേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതാമേ. ഓ യേശു എന്ന യേശുവേ ഗീതാമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഹല്ലേലൂയ. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലല്ലോ. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ആരാധനയ്ക്ക് യോഗ്യനായ ഒരു നാമം മറ്റൊന്നുമില്ലോ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച, നമ്മുടെ ശാപത്തിൽ വിടുവിച്ച, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കിയ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. യേശുവേ അങ്ങയെ സ്തുതിക്കുന്ന പച്ച അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. അങ്ങയുടെ നാമത്തെ വാഴ്ത്തുകയാണ്. അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയാണ്. എന്റെ നാമത്തെ പ്രസ്താവിക്കുന്ന ഏത് സ്ഥലത്തും വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്നരുളി ചെയ്ത ഞങ്ങളുടെ നല്ല യേശു കർത്താവിന് ഈ പകൽക്കാല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദമുയർത്തി നന്ദിയുടെ ഭാഷയിൽ അങ്ങയെ സ്തുതിക്കുകയാണ്, അങ്ങയെ വാഴ്ത്തുകയാണ്, അങ്ങയെ ആരാധിക്കുന്ന പിതാവേ. ഹല്ലേലൂയ.
Raba Shatana Masike, Antuna Lagar Kanadara, Adudama Sekeri Antuna, Ridamana Shakara Balabara, Vederi Antuno Labo Shamsuna Ragadana, Edubar Sakana Raduria. Hallelujah. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിൻ നാമത്തില് ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. എന്റെ നാമത്തെ പ്രസ്താവിക്കുന്ന ഏത് സ്ഥലത്ത് 2-3 പേർ ഉള്ള സ്ഥലത്തായിരുന്നാലും ഞാനുണ്ട് നാളിൽ ചെയ്ത ഞങ്ങളുടെ യേശു കർത്താവ് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയോ. Hallelujah. Oh, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു യേശുവേ. Hallelujah. Thank you, Lord. ഈ പകൽക്കാല ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സഭാ വിശ്വാസികളെയും എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ഭവനങ്ങളിലായിരിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിക്കുവാനും ദൈവം പരിപാലിക്കുവാനുമായി ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, തൊഴിലുകൾ ചെയ്യുന്നവർ, വിവിധ ജോലികൾ ചെയ്യുന്നവർ, വിവിധ ഔദ്യോഗിക മണ്ഡലങ്ങളിലായിരിക്കുന്നവർ, ഹല്ലേലൂയ, ഭവനങ്ങളിലായിരിക്കുന്നവർ തുടങ്ങിയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ദൈവം കൽപ്പിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പച്ചാ, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നും അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്നും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ള ദൈവ തിരുവചനത്തിൻ പ്രകാരം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നു. യേശു കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മധ്യേ പകർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തി ആരാധിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ചാ, ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവേ. വളരെ വേദനയേറിയ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാടിനായി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, 29 സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, എൻ്റെ യേശുവേ, എല്ലാ സംസ്ഥാനങ്ങളിലും ദൈവത്തിന്റെ ശക്തി പകരണമേ കർത്താവേ. അവിടെയെല്ലാം വിടുതലുകൾ അയക്കണമേ, സൗഖ്യം അയക്കണമേ. ഒരു ശാന്തത ഉണ്ടാകുവാൻ, ഒരു ശാന്തത ഉണ്ടാകുവാൻ, ഒരു ശാന്തത ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചേ മതിയാകൂ. യേശുവേ, ഒരു ശാന്തത ഉണ്ടാകേണ്ടതിന്, ദൈവം പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പജാം. ഹല്ലേലൂയ. രോഗത്തിൽ നിന്നുള്ള വിടുതലുകൾ കർത്താവേ, പ്രത്യേകിച്ച് ഈ COVID-19 ഈ കൊറോണ വൈറസ് നിമിത്തമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ദൈവമേ വ്യക്തികൾ വിടുവിക്കപ്പെടുവാൻ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, സമൂഹങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ദൈവമേ കൂട്ടുകുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചേ മതിയാകൂ, ദൈവം സഹായിച്ചേ മതിയാകൂ, ദൈവം പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കർത്താവേ, കേരളത്തിന്റെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗവർണർ മുതൽ, മുഖ്യമന്ത്രി മുതൽ തുടങ്ങിയുള്ള എല്ലാ മന്ത്രിമാർ മുതൽ കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന്റെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള സകല അധികാരസ്ഥന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ COVID-19 എതിരായി ദൈവമേ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന എല്ലാ മെഡിക്കൽ സംഘടനകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു സംഘടന
സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സകല ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പോലീസ് സേനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തുടങ്ങിയുള്ള സകല കർത്താവ് അധികാരസ്ഥന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. ആരൊക്കെ രോഗികളായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരെയൊക്കെ ദൈവം സൗഖ്യമാക്കണമേ, ദൈവം വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ദൈവമേ പ്രൈം മിനിസ്റ്റർ തുടങ്ങി അതുപോലെ മറ്റുള്ള എല്ലാ കർത്താവ് മന്ത്രിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്ര. സകല സ്റ്റേറ്റുകളിലുമുള്ള സകല അധികാരസ്ഥന്മാരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വരിയായി ദൈവമേ സ്തോത്ര. ഈ സാഹചര്യങ്ങളെ നേരിടുവാൻ, ഈ COVID-19 ഈ രോഗത്തെ നേരിടുവാൻ ഏതൊരു തരത്തും ബുദ്ധിയില്ലാതെ, ഏതൊന്നും തിരിച്ചറിയില്ലാതെ ആമേ കർത്താവ് കുഗ്രാമങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിലുള്ള സകല കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സാഹചര്യത്തിൽ ദൈവമേ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അതുപോലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള മറ്റു പലവിധ കണ്ണുനീരിന്റെ അവസ്ഥകളായി ദൈവമേ വളരെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ചാ, അവരെല്ലാം ദൈവം വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പാറശാല ദേശത്തിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തി പകരണമേ കർത്താവേ. ചുറ്റുപാടുകളിൽ ദൈവശക്തി പകരണമേ. ഏതൊക്കെ കുടുംബങ്ങളിൽ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നുവോ ആ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യ ശക്തി ദൈവം പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് കർത്താവേ ഈ കോളേജ് ഹോസ്റ്റലിൽ ദൈവമേ ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവനെ സൗഖ്യമാക്കണമേ, ദൈവനെ വിടുവിക്കുമാറാകണമേ കർത്താവേ. ഇനിമേൽ ഈ രോഗം ഈ ദേശത്തിൽ പടരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിൽ ഇനി പടരുവാൻ അനുവദിക്കരുതേ, ഒരൊറ്റ വ്യക്തികളിലേക്ക് പകരുവാൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന പിതാവേ, ഹല്ലേലൂയ. ദൈവശക്തി ഞങ്ങളിൽ മേൽ പകർന്ന് അനുഗ്രഹിക്കണം. തുറന്നുള്ള സമയങ്ങളിൽ കൂടിയിരിക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. സകലം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ സഭാവിശ്വാസികളെ, കുടുംബങ്ങളെ ഒന്നുകൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ എല്ലാവരെയും സൂക്ഷിച്ചു കൊള്ളണം. ദൈവകൃപയിൽ നിലനിൽക്കുന്നവരാക്കി തീർക്കണമേ. സാഹചര്യങ്ങളെ ദൈവമേ പ്രാർത്ഥനയോടെ നേരിടുവാൻ, സാഹചര്യങ്ങളെ ആത്മീയ ജീവിതത്തിൽ ചേർന്ന് നിന്ന് ആത്മീയ ജീവിതത്തിന്റെ ശക്തിയോടെ അതിനെ നേരിടുവാൻ, ദൈവമേ അതിജീവിക്കുവാൻ ദൈവം കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും സ്തോത്രവും അങ്ങേക്ക് തന്നെ തരുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ്. കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ കടന്നിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വാഴ്ത്തുന്നു, സ്വാഗതം അറിയിക്കുന്നു. ദൈവം നമ്മെ ധന്യമായി സഹായിക്കട്ടെ. വളരെ വേഗത്തിൽ നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. തുടർമാനമായി വായിച്ചു വരുന്നതിൽ 31 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി നാം വായിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാംസ് 31 31 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. 31 സങ്കീർത്തനം, സാംസ് 31. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി എന്നെ പാലിക്കണമേ.
നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എന്റെ കണ്ണും പ്രാണവും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി ആലോചന ചെയ്തു. എന്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്ക് കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതകരമായി കാണിച്ചിരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ, അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കും. യഹോവയിൽ പ്രത്യാശയുള്ള എവരുമേ, ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. 24 വാക്യം ഒന്നോട് വായിക്കാം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ, ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സങ്കീർത്തനത്തിനായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച, നമ്മെ നടത്തിയ ആ വിധങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, കഴിഞ്ഞുപോയ മിനിറ്റുകളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു. എന്തുമാത്രം വേദനകൾ, എന്തുമാത്രം ഭാരങ്ങൾ, എന്തുമാത്രം ക്ലേശങ്ങൾ, എന്തുമാത്രം രോഗങ്ങൾ, എന്തുമാത്രം ദുരിതങ്ങൾ ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയാമായിരുന്നു. പക്ഷേ ആ സ്ഥാനങ്ങളിലെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാ കൃപയ്ക്കായി
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യ സ്നേഹിച്ചൻ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. 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 അന്നവസ്ത്രാദിന മകളെ എണ്ണമില്ലാതിന്മേൽ ചൊരിഞ്ഞു. അന്നവസ്ത്രാദിന യേശുവേ എണ്ണമില്ലാതിന്മേൽ ചൊരിഞ്ഞു. കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രയാഗം അർപ്പിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം നന്മ തന്ന്, സുഖം തന്ന്, ബലം തന്ന്, ആരോഗ്യം തന്ന് നമ്മെ നടത്തി വന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം പറയാമല്ലോ. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, തൊട്ടോട് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തിരുമുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, സഭാജനത്തെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ദൈവം പരിപാലിച്ച ദൈവ സ്നേഹത്തിനായി തുടർന്നുള്ള സമയം കൂടെ ഇരിക്കണം. അപ്പച്ച, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവരും ഇരിക്കാം. ഹല്ലേലൂയ.
കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ പകൽ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ആരാധനയിൽ ദൂരദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥകളെല്ലാം വളരെ വേദനയേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ, ഈ പ്രതിസന്ധി നിറയപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ്, നമ്മെ പേര് ചൊല്ലി വിളിച്ച നമ്മുടെ കർത്താവ് നമ്മെ ഇനിയും കരം പിടിച്ച് നടത്തും. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം മാറിയാലും, സാഹചര്യങ്ങളെല്ലാം മാറിയാലും, പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും അതിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഈ പകൽക്കാലം കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകരുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സർവശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും നമ്മുടെ മേൽ ദൈവം പകരുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ആലോചനകൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം വായിച്ച 31-ാം സങ്കീർത്തനമാണല്ലോ സാംസ് 31. 31-ാം സങ്കീർത്തനം, അതിന്റെ അവസാനത്തെ വാക്യം 24-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം 31-ാം സങ്കീർത്തനമാണല്ലോ സാംസ് 31. അതിന്റെ വേഴ്സ് 24, 24-ാമത്തെ വാക്യമാണ് വായിച്ചു കേട്ടത്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശയുള്ള, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളെ ശ്രദ്ധിക്കുക. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ, those who are hope in the Lord, ദൈവത്തിൽ പ്രത്യാശയുള്ള ആരൊക്കെയുണ്ടോ അവരെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ധൈര്യപ്പെടുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്തോത്രം. അപ്പൊ ദൈവത്തിൽ പ്രത്യാശയുള്ള എല്ലാവരോടും, അത് വിശ്വാസികൾ എന്ന് ക്രൈസ്തവ ലോകത്തിൽ, ക്രൈസ്തവ ഗോളത്തിൽ മുദ്ര കുത്തിയിരിക്കുന്നവരും അല്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരോടും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീർന്നിരിക്കുന്ന എല്ലാവരോടും കർത്താവിനെ പറയുവാനുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുക. സ്തോത്രം. രണ്ടാമതൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ധൈര്യപ്പെടുക. രണ്ട്, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. രണ്ട് വാക്കുകളും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ദൈവമക്കൾക്ക്, മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ധൈര്യവും ഉറപ്പും. സ്തോത്രം. ഉറപ്പും
ധൈര്യവും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് യോശുവയോട് ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളാണ് എന്നത് നമുക്കിതിനെ കുറിച്ച് കാണുവാൻ കഴിയും. ഭക്തന്മാരായ ദൈവപുരുഷന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം സംസാരിച്ചപ്പോഴൊക്കെ അവർ അധൈര്യപ്പെട്ടിരുന്ന സമയങ്ങളിൽ, ധൈര്യം നഷ്ടപ്പെട്ടു പോയിരുന്ന സമയങ്ങളിൽ, മാത്രമല്ല ഹൃദയം ചഞ്ചലിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഹൃദയം കലങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയ രണ്ട് വാക്കുകളാണ് ഉറപ്പും ധൈര്യവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ, അതിന്റെ താഴെ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം യോശുവയ്ക്ക് ഉറപ്പും ധൈര്യവും പറഞ്ഞിട്ട് അതിൽ ഓരോ വാക്കിൽ എടുത്തു പറയുന്നു. യോശുവയെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? ഞാൻ നിന്നോട് കൽപ്പിച്ചില്ലയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലയോ? നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പല ദൈവപുരുഷന്മാരെ ധൈര്യപ്പെടുത്തി നമുക്ക് കാണുവാനായി കഴിയും. എന്റെ വിഷയം അതല്ല, എന്റെ ഇൻട്രൊഡക്ഷൻ ആയതൊന്നും പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പും ധൈര്യവുമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുവല്ലോ. സ്തോത്രം. ശിഷ്യഗണം, യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഒരു പ്രാവശ്യം ഹൃദയം ഒത്തിരി കലങ്ങി. എന്തുകൊണ്ടാ ഹൃദയം കലങ്ങിയെന്നറിയാമോ? കർത്താവ് ഈ ഭൂമിയിൽ 33.5 വർഷം ഉണ്ടായിരുന്നു. 3.5 വർഷക്കാലം ദൈവികത്വ ശുശ്രൂഷകൾ ചെയ്ത് ആ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷകൾ അവസാനിച്ച് പിതാവിന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് താൻ മടങ്ങിപ്പോകുന്ന സമയം ആസന്നമായപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് പലവട്ടം എടുത്തു പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം ഒത്തിരി കലങ്ങി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, The Gospel of John chapter 14 verse 1, ആ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാണ്ടേ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. നോക്കുക, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പകൽക്കാലം ദൈവദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, സ്തോത്രം, ഈ ഓൺലൈനിൽ കൂടെ ദൈവത്തിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടും ഈ പകൽക്കാലം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതോ ചില വിഷയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഹൃദയം കലങ്കപ്പെട്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നറിയില്ല, അടുത്ത നിമിഷത്തിൽ എന്തായി തീരും എന്നറിയുന്നില്ല. ആ വിധാനുഭവത്തിൽ ഉടഞ്ഞു നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭയവും ഭീതിയും നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിൽ ഉറയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ഉറപ്പും ധൈര്യവും ഉറപ്പും ഉള്ളവരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര ദൂരസ്ഥരായിരുന്നാലും സമീപസ്ഥനായിരിക്കുന്നതിന്റെ ദൈവം ഈ പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ 31-ാം സങ്കീർത്തനം അതിന്റെ 2-3 ഭാഗങ്ങളായി ആ 24 വാക്യങ്ങളെയും ഞാൻ ഭാഗിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് കാണുവാനായി കഴിയും.
സ്തോത്രം. ഒന്നാമത് അതിന് 1 മുതൽ 4 വരെയുള്ള സങ്കീർത്തനത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശ, hope in the Lord, in God, the hope in God, ദൈവത്തിലുള്ള പ്രത്യാശ. കാര്യം എന്തെന്നറിയാമോ? അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അടുത്ത്, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. അടുത്ത്, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. പിന്നെ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. അടുത്ത്, കാരണം ദൈവമേ, നീ എനിക്ക് ഉറപ്പുള്ളൊരു പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് ഒരു കോട്ടയായും ഇരിക്കണമേ. അടുത്ത്, നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. സ്തോത്രം. നോക്കുക, ഈ വിധ വാക്കുകൾ വായിക്കുമ്പോൾ, പറയുമ്പോൾ, പാടുമ്പോൾ, അത് വർണ്ണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവൻ ഒരു വിശ്വാസി, ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ കലക്കത്തോടെ, ഹൃദയ തുറക്കത്തോടെ, വേദനയോടെ, ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന, അധൈര്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പില്ലാതെ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന കലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ആർക്കൊക്കെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ കഴിയുമോ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുമോ, അവരെ സ്വർഗത്തിലെ ദൈവം കൈവിടുകയില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ചു പോകാറുണ്ട്, മനുഷ്യരിൽ നമ്മൾ പ്രത്യാശ വെച്ച് പോകാറുണ്ട്. പക്ഷെ മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി ദൈവത്തെ ഹൃദയം കൊണ്ട് വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ മനുഷ്യനിലല്ല, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തുള്ള ഏതൊന്നിലുമല്ല. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് ആകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദൈവവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. സ്തോത്രം. അത് ഞാനൊരു പ്രസംഗ സബ്ജക്റ്റ് ആണ്, പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ഹൃദയത്തിൽ ഓടി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. സ്തോത്രം. ഈ ലോക ജീവിത യാത്രയിൽ മനുഷ്യൻ സമ്പത്തിനു വേണ്ടി, സാമ്പത്തികത്തിനു വേണ്ടി എല്ലാവരും നെട്ടോട്ടമോടുന്ന കാലമാണ്. സമ്പത്തില്ലാതെ, സാമ്പത്തികമില്ലാതെ, പണമില്ലാതെ മനുഷ്യന് ഏതൊന്ന് ചെയ്യുവാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ആയുസ്, ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ആയുഷ്കാലം, വചനം പറയുന്നു ഏറെയായാൽ 80 സംവത്സരം, അല്ല ഒരു അല്പസമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആഹാ. ഈ ലഭിക്കുന്ന സമയം മുഴുവനും മനുഷ്യൻ ഭയങ്കര ടെൻഷനോടെ, ഭയങ്കര കലക്കത്തോടെ, വലിയ പ്രശ്നത്തോടെ എപ്പോഴും ആ ജീവിക്കുവാനുള്ള, ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നശിച്ചു പോകുന്ന, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഏതോ ഒന്നിനു വേണ്ടി, അല്ല ചിലതിനു വേണ്ടി മാത്രം മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയിൽ പോകുന്നത് വലിയൊരു ഭോക്ഷത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാം, വലിയൊരു ഭോക്ഷത്വമാണ്. എന്താണ് കാരണം എന്നറിയാമോ? ജീവിതം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുഖം, ഈ ബലം, ഈ ആരോഗ്യം, ഈ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരുമാനം, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനോ, ദൈവത്തിന് സ്തോത്രം പറയുവാനോ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ, ദൈവത്തെ ആരാധിക്കുവാനോ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാനോ
മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഭോക്ഷത്വമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടൊരു സംഭവം. അതിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ അടക്കം ചെയ്യുകയാണ്. ആ അടക്കം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടക്കം ചെയ്യുമ്പോൾ വില കൊടുത്ത് ഏകദേശം 1,00,000 രൂപ കൊടുത്ത് ആ ഒരു ചെറിയൊരു കുഴി വാങ്ങിച്ചു. മരിച്ച വ്യക്തിയല്ല, മരിച്ച വ്യക്തിക്ക് വേണ്ടി കുടുംബക്കാർ ചെയ്ത കാര്യം. അടക്കം നടത്തണമല്ലോ. 1,00,000 രൂപ കൊടുത്ത് അതിനുള്ള അടക്കം നടത്തുവാനുള്ള സ്ഥലം വാങ്ങിച്ചു. സ്ഥലം കൊടുത്ത പുള്ളികൾ എന്ത് ചെയ്തറിയാമോ? അതിൽ പോലും കുറെ തട്ടിച്ചു. എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട സ്ഥലം, ആ ഒരു പെട്ടി വെക്കുവാനുള്ള സ്ഥലം പോലും കൃത്യമായി കൊടുക്കാതെ അതിലും 2-3 ഇഞ്ച് കുറച്ച് കൊടുത്തു. ലക്ഷത്തിന് കുറവുണ്ടോ? പണത്തിന് കുറവുണ്ടോ? പണത്തിന് 1 രൂപ കുറഞ്ഞിരുന്നാൽ ഇവർ കൊടുക്കുമോ? കൊടുക്കത്തില്ല. പണം കൃത്യമായി 1,00,000 രൂപ എണ്ണി വാങ്ങിച്ചു. സ്ഥലം കിട്ടിയപ്പോഴോ അവൻ ആ പെട്ടി നേരെ ഒന്ന് വെച്ച് ഇങ്ങനെ നേരെ ഇറക്കി വെക്കുവാനുള്ള സ്ഥലം അവർ കൊടുത്തില്ല. പിന്നെയോ അവസാനം നോക്കിയപ്പോ ആ പെട്ടിയെ വെച്ചിരിക്കുന്ന ഇങ്ങനെ. ഇതാണ് ലോകം. സ്തോത്രം. ഇതാണ് ലോകം. മനുഷ്യൻ പണത്തിൽ ആശ്രയിച്ച്, സമ്പത്തിൽ ആശ്രയിച്ച്, സമ്പത്തിന് വേണ്ടി ഓടി നടന്ന് അവസാന നിമിഷത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാതെ, ഒരു സന്തോഷമില്ലാതെ, ദുഃഖത്തോട് നെടുവീർപ്പോട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് പോയി വീഴാതിരിപ്പാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ സാരാംശം ഇതാണ്. ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മനുഷ്യരിൽ ആശ്രയിച്ചത് മതി, ലോകത്തിൽ ആശ്രയിച്ചത് മതി, സമ്പത്തിൽ ആശ്രയിച്ചത് മതി. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇനിയുള്ള സമയം നമുക്ക് വേർതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മറ്റ് പലവിധ കാര്യങ്ങളിലാണ് ഇന്ന് മനുഷ്യൻ ആശ്രയിച്ചു പോകുന്നത്. ഈ ആശ്രയമെല്ലാം വിട്ടുപേക്ഷിച്ച് സംഗീതക്കാരൻ പറയുന്നത്, ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്റെ കർത്താവേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. കർത്താവേ, ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. കർത്താവേ, എനിക്കായി ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വേഗം വന്ന് എന്നെ വിടുവിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ മാത്രമാണ് എനിക്ക് ആശ്രയം. നീ മാത്രമാണ് എനിക്ക് സങ്കേതം. നീ മാത്രമാണ് എനിക്ക് കോട്ട. നീ മാത്രമാണ് എനിക്കൊരു പാറ. എന്തുകൊണ്ട് ആ പാറ എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത് അറിയാമോ? കുഴഞ്ഞുപോയൊരവസ്ഥയിൽ 40-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം നമ്മെ കരകയറ്റിയത് എവിടെന്നറിയാമോ? കുഴഞ്ഞതായ നാശകരമാകുന്ന കുഴിയിൽ നിന്നും, കുഴഞ്ഞുപോയ ചേറ്റിൽ നിന്നും അവരെന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെയൊക്കെ സ്ഥിരമാക്കി. എന്റെ വായിൽ ഒരു പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, താണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കുഴഞ്ഞതായ ചേറ്റിൽ താണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു ഗമനം, സുസ്ഥിരമായ ഗമനം, സുസ്ഥിരമായൊരു യാത്ര, സുഗമമായൊരു മുൻപിലേക്കുള്ള യാത്ര ഇല്ലാതെ ദുർഘടമായൊരവസ്ഥ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദുർഘടം നിറഞ്ഞൊരവസ്ഥ. ഈ ദുർഘടം നിറഞ്ഞിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ കൂടെ പ്രത്യാശ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, നിരാശയോടും വേദനയോടും കണ്ണുനീരോടും തകർന്ന ഹൃദയത്തോടും
ഉടനെ ഹൃദയത്തോടുകൂടെ അവൻ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്ലീസ് അവൻ ദൈവത്തിൽ ആശ്രയിക്കൂ. പ്ലീസ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവം മാത്രമാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. ദൈവം മാത്രമാണ് പ്രതീക്ഷ തരുന്നത്. ദൈവം മാത്രമാണ് നമുക്ക് വിടുതൽ തരുന്നത്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗത്താൽ, ഒരു കഷ്ടതയാൽ, ഒരു പ്രതിസന്ധിയാൽ, ഒരു പ്രശ്നത്താൽ മനുഷ്യൻ വലയുമ്പോ മറ്റുള്ളവർ എന്തോ പറയുന്നറിയാവോ? നമ്മുടെ കൂടപ്പിറപ്പുകൾ മനുഷ്യരെന്ത് പറയും? അവന്റെ ഗതി തീർന്നു. പിള്ളേർ പറയുന്നത് പോലെ, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കളിയെല്ലാം തീർന്നു. സ്തോത്രം. എല്ലാ ബോർഡും മടക്കി വെച്ച് പോകും. ഇതോടുകൂടെ എല്ലാം തീർന്നു. നമ്മുടെ കൂടപ്പിറപ്പുകൾ, സഹോദരവർഗങ്ങൾ, തോളിൽ കൈയിട്ട് നടന്നവർ, നമ്മൾ ആശ്രയിച്ചവർ, നമ്മൾ അനുഗമിച്ചവർ എല്ലാവരും പറയും തീർന്നു, പോയി. ഇനി അവന്റെ ജീവിതത്തിൽ എഴുന്നേക്കുന്ന പരിപാടിയെ ഇല്ല എന്ന് ലോകം പറയുമ്പോൾ, ലോകത്തിലുള്ളവർ പറയുമ്പോൾ, ലോകക്കാർ പറയുമ്പോൾ, കുടുംബക്കാർ പറയുമ്പോൾ, കൂട്ടുകാർ പറയുമ്പോൾ, വീട്ടുകാർ പറയുമ്പോൾ, നാട്ടുകാർ പറയുമ്പോൾ, സ്വർഗത്തിൽ ദൈവം പറയും ഇല്ല മോനെ, ഇല്ല മകളെ, ഇല്ല മകനെ, നിനക്കൊരു ജീവിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നിന്റെ അവസ്ഥ മാറും. ഇന്നത്തെ നിന്റെ സാഹചര്യം ഞാൻ മാറ്റിത്തരും. ഇന്നത്തെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഞാൻ ഒരു മാറ്റം വരുത്തും. ഹല്ലേലൂയ. സ്തോത്രം. യോബ് പറഞ്ഞതുപോലെ എന്റേകം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും, എന്റേകം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസാഹിതനായി പ്രിയനെ കാണും ഞാൻ. ദേഹസാഹിതനായി പ്രിയനെ കാണും ഞാൻ. അവനെന്റെ വൈദ്യനല്ലോ എന്നോ, അവനെന്റെ വൈദ്യനല്ലോ. ആമേൻ. ലോകം പറയും ഇവന് രോഗം ഇതോടെ തീർന്നു, ഇവന്റെ കഷ്ടത ഇതോടെ തീർന്നു, ഇവന്റെ സാമ്പത്തിക പ്രശ്നം ഇതോടെ തീർന്നു, കുടുംബത്തിൽ കലഹം ഇതോടെ തീർന്നു എന്ന് ലോകം വിധി എഴുതുമ്പോൾ കർത്താവിൽ പ്രത്യാശയുള്ള ദൈവവൈതൽ യോബിനെ പോലെ ഈ വാക്കുകൾ പറയും. സ്തോത്രം. ദൈവത്തിൽ പ്രതീക്ഷയുള്ള, ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുക. സ്തോത്രം. ഒരിക്കൽ ഒരു കപ്പലിൽ കുറെ യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാത്രാമധ്യേ കപ്പൽ തകർന്നു. കപ്പൽ തകർന്നപ്പോൾ അതിനകത്തുള്ള എല്ലാവരും, മനുഷ്യരൊക്കെ വെള്ളത്താൽ വെള്ളപ്പൊടിച്ച് നശിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പേർ രക്ഷപ്പെടുന്നു. പ്രാണരക്ഷാർത്ഥം ആ കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇതിന്റെ മധ്യേ പ്രായമുള്ള ഒരമ്മ ആ കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിന്റെ ആഴത്തിലേക്ക്, സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലിന്റെ ആ ഒരു സീറ്റിൽ ഒരമ്മ മാത്രം ധൈര്യത്തോടെ പാട്ടുപാടി സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ അമ്മ പാടിയ പാട്ട് വേറെയാണ്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പാടാൻ ആഗ്രഹിക്കുന്നു. അലകൾ പാടാകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്. അലകൾ പാടാകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്. ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥൻ മായേലുണ്ട്.
ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പാടാകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ. ഓ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ അമ്മച്ചി പാടി പാട്ട് വേറെന്നാണ്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ പാട്ടെടുത്ത് പാടി. ശ്രദ്ധിക്കുക. അപ്പോഴാ കപ്പലുള്ള അധികാരികൾ വന്ന് ഈ അമ്മയുടെ അടുക്കൽ വന്ന് അമ്മച്ചിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അമ്മേ, ഇതാ എല്ലാവരും കരഞ്ഞ് നിലവിളിച്ചും പ്രാണരക്ഷാർത്ഥം ഇവരൊക്കെ ഇതൊക്കെ ഓടി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്കെങ്ങനെ ഇതുപോലെ പാട്ട് പാടാൻ കഴിയുന്നു? നീ എന്തുകൊണ്ട് പാടുന്നു? നിന്റെ മുഖത്തിനൊരു ഭാവത്തിന് വ്യത്യാസമില്ല, നിന്റെ മുഖത്തിനൊരു പ്രാണഭയമില്ല, മരണഭയമില്ല, ഒരു ഭീതിയില്ല. ധൈര്യത്തോടിരിക്കുന്നതിന് കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണ്, എനിക്ക് 2 പെൺമക്കളായിരുന്നു ഉണ്ട്, അതിൽ മൂത്ത മകൾ മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ സ്വർഗത്തിലെ എൻ്റെ പിതാവിൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇളയ മകളുടെ വീട്ടിലേക്കാണ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ കപ്പൽ ഇവിടെ താഴ്ന്ന് ഈ വെള്ളത്തിൽ ഈ സമുദ്രത്തിൽ താണ് ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ മൂത്ത മകളുടെ അടുക്കൽ ഞാൻ ചെല്ലും. ഒരുപക്ഷേ ഈ കപ്പൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രതികൂലങ്ങളെ അതിജീവിച്ച് മറുകര എത്തിക്കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കുന്ന ദേശത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഇളയ മകളുടെ വീട്ടിൽ ഞാൻ ചെല്ലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ അമ്മ ഒരറ്റത്ത് ഒതുങ്ങിയിരുന്നു കൊണ്ട് പാട്ടുപാടി സ്തുതിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ചരിത്രം മറ്റൊന്നാണെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ ഞാൻ ചുരുക്കമായി പറഞ്ഞതിന്റെ കാരണം, പ്രിയ ദൈവമൈതലേ, ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ലോക ജീവിത യാത്രയിൽ പ്രതികൂലങ്ങളില്ലാത്ത ആരുമില്ല, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, പോരാട്ടങ്ങളില്ലാത്ത ആരുമില്ല, രോഗമില്ലാത്ത ആരുമില്ല, സാമ്പത്തിക പ്രതിസന്ധികളില്ലാത്ത ആരുമില്ല. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ മധ്യേ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമെങ്കിൽ കർത്താവ് കൈവിടുകയില്ല. ആമേൻ. രണ്ടാമതായി അതിന്റെ സ്തോത്രം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 31, സാംസ് 31, അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നത് ദൈവത്തിലുള്ള സമർപ്പണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ തന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ദൈവത്തിൽ പ്രത്യാശ വെക്കണം. രണ്ടാമത് സ്തോത്രം, ദൈവത്തിന്റെ കൈകളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ഒന്നാമത് ദൈവത്തിൽ പ്രത്യാശ വെക്കണം. രണ്ടാമത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ സ്വന്തം ശക്തി, നമ്മുടെ അവർ ഓൺ അബിലിറ്റി, നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രശംസിക്കുവാനുള്ള ചിലതൊക്കെ ഉണ്ട്. ചിലർ പറയും, ഓ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ മക്കളാ, അല്ലെങ്കിൽ എൻ്റെ അപ്പന, എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ കൂട്ടുകാർ, എനിക്ക് എൻ്റെ നാട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് ആശ്രയിക്കുന്ന ചില വാക്കുകൾ കാണാൻ കഴിയും. സ്തോത്രം. ഈ വിധത്തിലുള്ള ആശ്രയം, ഈ വിധത്തിലുള്ള അഭയം, ഈ എല്ലാം വിട്ടേച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈകളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ
പണിയേണ്ടവണ്ണം പണിയും, കാക്കേണ്ടവണ്ണം കാക്കും, സൂക്ഷിക്കേണ്ടവണ്ണം സൂക്ഷിക്കും, പരിപാലിക്കേണ്ടവണ്ണം ദൈവം പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിക്കുമ്പോൾ, സ്തോത്രം, നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിലാണ് ഉറങ്ങുന്നത്. ആമേൻ. അപ്പോഴും എന്റെ രഥത്തിന്റെ ചക്രം മുൻപിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈകളിൽ നമ്മെ സമർപ്പിക്കുമെങ്കിൽ ദൈവം സൂക്ഷിക്കും, ദൈവം നമ്മെ പരിപാലിക്കും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന കലക്കത്തോടെ, ഹൃദയം നുറുക്കത്തോടെ, ഉറപ്പില്ലാതെ, ധൈര്യമില്ലാതിരിക്കുന്ന ഏത് വിഷയത്തിൽ നിങ്ങളായിരുന്നു കൊണ്ടിരിക്കുന്നുവോ, നമ്മായിരുന്നു കൊണ്ടിരിക്കുന്നുവോ, ആ വിഷയത്തിൽ ഒരു വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ സ്വർഗത്തിലെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി അതിന് 7-ാമത്തെ വാക്യം മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ലോക ജീവിത യാത്രയിൽ ഒന്നുകൂടെ പറയട്ടെ, പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവത്തിൽ സമർപ്പിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ, ദ റിയൽ സിറ്റുവേഷൻ, ഒരു യഥാർത്ഥമായ ഒരു വ്യക്തിയുടെ സാഹചര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എല്ലാം വായിച്ചു വരുവാൻ സമയമില്ല, എങ്കിൽ പോലും സ്തോത്രം. അതിന്റെ 7-ാമത്തെ വാക്യം, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. അടുത്ത് 8-ാം വാക്യം, എന്റെ ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അടുത്ത് നിർത്തിയിരിക്കുന്നു. അടുത്ത്, യഹോവേ, ഞാൻ കഷ്ടത്തിലായിരിക്കുകയാണ്. മതി. ആ തൊട്ടു മുമ്പിലുള്ള വാക്കും ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവയെ, അതിന്റെ ആ സ്തോത്രം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്താക്കിയിരിക്കുന്നു. അടുത്ത്, എന്നോട് കൃപയുണ്ടാകണം, ഞാൻ കഷ്ടത്തിലായിരിക്കുകയാണ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കുകൾ എന്താ? യഹോവയെ, എന്നോട് കൃപയുണ്ടാകണം. ആരാ കഷ്ടത്തിലായിരിക്കുന്നത്? ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് പറയാൻ കഴിയുമോ? എത്ര പേർക്ക് പറയാൻ കഴിയും? ആരാ കഷ്ടത്തിലിരിക്കുന്നത്? ഞാൻ. ചിലരൊക്കെ പറയാറുണ്ട്, ഒരു തലവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ, ഒരു വയറുവേദന വന്നാൽ, ഒരു നെഞ്ചുവേദന വന്നാൽ, ഒരു അസ്വസ്ഥത വന്നാൽ, ഓ, ദൈവം എന്നെ കഷ്ടപ്പെടുത്തുക, ദൈവം എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാനാ കഷ്ടത്തിലായത്. സ്തോത്രം. എന്തുകൊണ്ട് ഞാൻ കഷ്ടത്തിലായി? തൊട്ടു മുമ്പിൽ നമ്മൾ വായിച്ചു വരുന്ന വാക്യത്തിൽ വായിച്ച വചനത്തിൽ പോലെ, ഒന്നാമത് ദൈവത്തിൽ പ്രത്യാശയില്ല, 2 ദൈവത്തിൽ സമർപ്പണമില്ല, ദൈവത്തിൽ ആശ്രയമില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നതാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. അടുത്ത്, എന്റെ അകൃത്യം നിമിത്തം എന്റെ ബലം ക്ഷയിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. ആമേൻ. തൊട്ടുമുള്ള വാക്യത്തിൽ വായിച്ചു, ആരാ കഷ്ടത്തിലിരിക്കുന്നത്? ഹലോ ദൈവമക്കളെ, ആരാ കഷ്ടത്തിലിരിക്കുന്നത്? ഞാൻ കഷ്ടത്തിലിരിക്കുന്നു. അതിനുള്ള കാരണം ദൈവം എന്നെ അടിച്ചതല്ല, ദൈവം എന്നെ ഉപദ്രവിച്ചതല്ല. പിന്നെ ചിലർ പറയും, ദൈവം ഒന്നും ചെയ്തില്ല, പിശാചാണ് ചെയ്തത്. ദൈവം അല്ലെങ്കിൽ ആരാ ചെയ്തത്? പിശാച്.
അത് രണ്ടുമല്ല. കഷ്ടത്തിലാകുവാൻ കാരണം സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. അതിന്റെ 10-ാമത്തെ വാക്യത്തിന് 2-ാമത്തെ ഭാഗം, എന്റെ അകൃത്യം കൊണ്ട് എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ അവരവർ കൃത്യമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോൾ അത് അകൃത്യമായി മാറുന്നു. മനസ്സിലായോ? കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോൾ അത് അകൃത്യമായി തീരുന്നു. ആ അകൃത്യം നിമിത്തമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായമോ കരമോ ഇപ്പോൾ എനിക്ക് അനുകൂലമല്ല. ആകയാൽ ഞാൻ കഷ്ടത്തിലിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അടുത്തതിന് താഴെ പറഞ്ഞിരിക്കുന്നത് 11-ാമത്തെ വാക്യം, എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. അടുത്ത്, എന്റെ അയൽക്കാർക്ക് ഞാൻ നിന്ദിതൻ തന്നെ. അടുത്ത്, എന്റെ മുഖപരിചയക്കാർക്ക് ഞാനൊരു ഭയഹേതുവായി തീർന്നു. അടുത്ത്, സ്തോത്രം, എന്നെ വെളിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോകുന്നു. സ്തോത്രം. അടുത്ത വാക്യങ്ങൾ ചേർത്ത് വായിച്ചേ. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. അടുത്ത്, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയൽവാസികൾക്ക് ഒരു നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയിൽ അടുത്തുള്ളവർക്ക് ഒരു നിന്ദിത പാത്രമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ വേദന ചുമക്കുന്ന, ഭാരം ചുമക്കുന്ന ഒരു ദൈവവൈതലേ, നീ കഷ്ടത്തിലിരിക്കുകയാണോ? അതിനുള്ള കാരണം കൃത്യമായി ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അകൃത്യമാണ്. സ്തോത്രം. അകൃത്യ ഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ എന്ന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നത് പോലെ അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ. പിന്നെയോ വഷളായി നടക്കുന്നവർ. അവർ ദൈവമാരെന്ന് അറിയുന്നില്ല. ദൈവത്തെ അറിയാതെ പോകുന്നതാണ് ഈ അകൃത്യത്തിന് കാരണം. ആമേൻ. അതുകൊണ്ട് കഷ്ടത്തിലാക്കിയത് അല്ല, കഷ്ടം വരുത്തിയതുമല്ല, ഇപ്പോൾ കഷ്ടത്തിലായതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം വരുന്നില്ല അല്ലേ? സ്തോത്രം. ശരിയാ, ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരികയില്ല. പക്ഷെ ഒരു കാര്യം, നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥകൾക്കൊരു മാറ്റം ദൈവം വരുത്തുമെന്നുള്ള സംശയമില്ല. അതിന് ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കൂ. 2, ദൈവത്തിൽ സമർപ്പിക്കൂ. ദൈവം ഇന്നത്തെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ആമേൻ. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. അടുത്ത 14-ാമത്തെ വാക്യം മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 31-ന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ആമേൻ. ദൈവത്തോട് ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുടെ വാക്കുകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം എന്ന് വായിക്കാമെങ്കിലും, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി കരയുന്ന, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. സ്തോത്രം. എത്ര പേരത് മനസ്സിലാക്കുന്നു? എത്ര പേരത് മനസ്സിലാക്കുന്നത്? നമ്മൾ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കണം. ആരാ പ്രാർത്ഥിക്കേണ്ടത്? ആരാ പ്രാർത്ഥിക്കേണ്ടത്? കഷ്ടതയിലിരിക്കുന്നവർ പ്രാർത്ഥിക്കണം.
സ്തോത്രം. അവർ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കണം. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് അവരുടെ കുറ്റം ഏറ്റു പറയുവോളം, അവർ തങ്ങളുടെ കുറ്റം ഏറ്റു പറയുവോളം ഞാനും അല്പസമയം മാറിയിരിക്കും, എന്റെ കൂടാരത്തിലിരിക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തെ നോക്കി കരയേണ്ടതും ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അവരവരുടെ ഉത്തരവാദിത്വമാണ്. ആമേൻ. സ്തോത്രം. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു സഹായമാണ്. മനസ്സിലാകുന്നു? മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു സഹായം, ഒരു ഹെൽപ്പിന് വേണ്ടിയാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത്, യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്, എന്റെ ആവശ്യങ്ങൾ ഞാൻ തന്നെ ദൈവത്തോട് പറയണം. എന്റെ ആവശ്യം, എന്റെ സങ്കടം ഞാൻ ദൈവത്തോട് തന്നെ പറയണം. എന്റെ സങ്കടത്തിന് നിങ്ങളെല്ലാവരും വന്നിരുന്ന് സങ്കടപ്പെട്ടതുകൊണ്ട് ദൈവം നോക്കും, ഇത്രയും പേർ സങ്കടപ്പെട്ടു, പക്ഷെ അവൻ ഹൃദയത്തിൽ ഒരു മാറ്റവുമില്ല, അവനൊരു സങ്കടമില്ല, പിന്നെ എന്തിന് ഞാൻ പ്രവർത്തിക്കണം? ശരിയല്ലേ? നമ്മുടെ മനുഷ്യരല്ലേ, നമ്മളങ്ങനെ ചിന്തിക്കാറില്ലേ? ദൈവം അങ്ങനെയൊക്കെ ചിന്തിക്കും. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട്? അതിന് തൊട്ടു മുമ്പിൽ 7 മുതൽ 13 വാക്യങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഈ അവസ്ഥകളിൽ ഒരു വിടുതലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഏറ്റവും ഒടുവിലായി അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ, 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിലുള്ള ഒരു പ്രത്യാശയും മാത്രമല്ല ദൈവത്തിലുള്ള പ്രതീക്ഷയും കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തിലുള്ള ഒരു പ്രത്യാശയും സ്വർഗത്തിലെ ദൈവത്തോടുള്ള ഒരു പ്രതീക്ഷയും കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ പ്രതീക്ഷ? എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ? സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായി നമ്മൾ കേട്ടതുപോലെ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവത്തോട് നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾ മുഴുവനും തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഏറ്റവും ഒടുവിലായി ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യാശയും നമുക്കൊരു പ്രതീക്ഷയും, നമുക്കൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് ദൈവം തരും. ആമേൻ. ദൈവം നമുക്കൊരു ഉറപ്പ് തരും. അതാണ് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകേ നീ പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയവ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഇന്നയോളം നടത്തിയ ദൈവം ഇനിയും നടത്തും. ഇന്നയോളം പരിപാലിച്ച ദൈവം ഇനിയും നമ്മെ പരിപാലിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ 24-ാമത്തെ വാക്യത്തിൽ വായിച്ചു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. സ്തോത്രം. ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. പ്രത്യാശയോടുകൂടെ, ദൈവത്തിലുള്ള പ്രത്യാശയോടെ ദൈവത്തിന് മുൻപ് സമർപ്പിച്ച ഇന്നത്തെ അവസ്ഥകൾ, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന് മുൻപിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ഒരു പ്രത്യാശ തരും, ഒരു പ്രതീക്ഷ തരും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അധികം താമസിയാതെ നമ്മുടെ കൈകളിൽ ദൈവം എത്തിക്കും. തടസ്സങ്ങളെ ദൈവം മാറ്റും. ഇരുട്ടും അന്ധകാരം മൂടിമറച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ദൈവം നമുക്ക് തരും.
ഇന്നത്തെ കണ്ണുനീരിന്റെ അവസ്ഥകൾ മാറും. ഇന്നത്തെ നിരാശകൾ മാറും. ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എത്രവർ താല്പര്യപ്പെടുന്നു? യേശുപ്പച്ച, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ മുற்றிലും സമർപ്പിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു. എന്റെ ഇഷ്ടമൊന്നുമല്ല, ദൈവ ഇഷ്ടം മാത്രം എന്നിൽ നിവർത്തിയാകണമെന്ന് പറഞ്ഞ് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു? പ്രൈസ് ഗോഡ്. ഇരിക്കുന്ന സ്ഥലങ്ങളെ വിട്ട് ദൈവശ്രീ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തോട് പറയാം, എൻ്റെ കർത്താവേ, എനിക്ക് പ്രത്യാശ തരണം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ കൃപ തരണം. ദൈവത്തിലുള്ള സമർപ്പണത്തിലേക്ക് ഞാൻ നയിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവഹിതത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഓ ഹല്ലേലൂയ. ഓ റബ ശാന്തുനിയാദര. ഹല്ലേലൂയ. എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ ദൈവമേ, എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ യേശുവേ, എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ ആത്മാവേ, യാഗമാ അർപ്പിച്ചി എന്നെ യാഗമാ അർപ്പിച്ചിടും. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും ദൈവമേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും യേശുവേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും ആത്മാവേ. ആരാധന അർപ്പിച്ചിടും, ആരാധന അർപ്പിച്ചിടും. യഹോവയിൽ പ്രത്യാശയുള്ളവരെ ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പി. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ സമർപ്പിക്കുക. ഇന്നത്തെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ പ്രാർത്ഥനയാൽ ദൈവത്തോട് സ്തോത്രത്തോട് അപേക്ഷിക്കുക. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്കൊരു പ്രതീക്ഷയും ദൈവം നമുക്കൊരു പ്രത്യാശയും നമുക്ക് വേണ്ടി തരും. ധൈര്യപ്പെടുത്തും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആകയാൽ ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിദാസൻ സുനിലവർകൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. Praise God. Hallelujah. Jesus. Hallelujah. Stotram. Praise the Lord. Jesus. Thank you, Lord.
ജീസസ്. ജീസസ്. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ ധന്യമായി